ഹലോ. മനോഹരമായ പുഴയും അവിടെ ബോട്ടും ഇതൊക്കെ കാണുമ്പം തന്നെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ വരാത്തവർ വിരളമാണ്. കാരണം അത്രയും പ്രശസ്തിയായിട്ടൊരു സ്ഥലമാണ് നമ്മളെ കണ്ണൂരിലെ പറശ്ശിനിക്കടവ്. ഇവിടുത്തെ പ്രധാന ദൈവം മുത്തപ്പനാണ്. മുത്തപ്പനും തിരുവപ്പനും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വന്ന് തൊഴുത് മുത്തപ്പനെ കണ്ട് സങ്കടം പറഞ്ഞ് പോകാറുണ്ട്. അതുപോലെ ഇന്ന് ലീവായതുകൊണ്ട് മക്കളൊക്കെ വന്നിട്ട് അവരെയും കൂട്ടി ഞാനും ഇങ്ങോട്ട് വന്നു. വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ വരുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ പുറത്തിരുന്നു. സ്ഥലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ സന്നിധി. അപ്പോഴേക്കും നട തുറന്നു. അപ്പം ഞങ്ങൾ ചെരുപ്പ് അവിടെയൊക്കെ വെച്ച് കാല് കഴുകാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി. മുമ്പേ ആചരിക്കുന്ന ഒരു ചടങ്ങാണിത്. അങ്ങനെ പുഴയിലിറങ്ങി കാലൊക്കെ കഴുകി ഞങ്ങൾ നേരെ കയറി നടയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കൊക്കെ കഴിയട്ട് സമാധാനത്തിൽ കയറാമെന്ന് കരുതി. ലീവായതുകൊണ്ട് തന്നെയാണ് ഇത്ര തിരക്ക്. അല്ലെങ്കിലും പറശ്ശിനിയിൽ പൊതുവേ തിരക്കാണ്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. അത് പ്രത്യേക നിയമമാണ്. ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും മുത്തപ്പൻ തുടങ്ങിയിരുന്നു. നല്ല തിരക്ക്. എങ്ങനെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും ഒരു 10-15 മിനിറ്റ് നിന്നു. അങ്ങനെ തൊഴുത് പ്രസാദം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണല്ലോ മമ്പയരും തേങ്ങാപ്പൂളും ചായയും. ഒരു പ്രത്യേക ടേസ്റ്റാണത്. നമ്മൾ എത്ര വിശന്ന് പോയാലും അത് കഴിച്ചാൽ നമ്മൾ വിശപ്പോകും. അപ്പോഴേക്കും മുത്തപ്പൻ കഴകപ്പുര എന്ന തറവാട്ടിലേക്ക് കയറിയതിനു ശേഷം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം മുത്തപ്പനെ കണ്ടു. അങ്ങനെ തറവാട്ടിൽ കയറി തറവാട്ടമ്മേൻ്റെ ഒരുപാട് വൈകിയിരുന്നു. എന്നാലും ആദ്യമായി കാണുന്ന ഒരു ചടങ്ങാണിത്. പ്രസാദവും അതും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. പലരും ഈ ഒരു ചടങ്ങ് കാണാനിടയില്ല. കാരണം എല്ലാവരും വന്ന് മുത്തപ്പനെ മടപ്പുരയിൽ നിന്ന് മാത്രമാണ് കാണാറ്. ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്. പറശ്ശിനിയിൽ ആരും ഉണ്ടാവില്ല. പലർക്കും പറശ്ശിനിക്കടവിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ മടങ്ങിയത് പ്രസാദം കഴിക്കാനാണ്. അവിടുത്തെ പ്രസാദം മമ്പയരും ചായയും അറിയാലോ, അതിൻ്റെ രുചി ഒരു വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയപാട് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. അപ്പോഴേക്കും ചായ എത്തിയിരുന്നു. അപ്പോൾ ചായയും കുടിച്ച് ഞങ്ങൾ പ്രസാദം വാങ്ങി. മുഴുവനും കഴിക്കാൻ പറ്റിയില്ല, കാരണം വെച്ചാൽ അത്രയും ഉണ്ടായിരുന്നു. അപ്പം നേരെ ഇനി പോകേണ്ടത് എൻ്റെ ഏട്ടൻ്റെ മോള് വീട്ടിലേക്കാണ്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവൾക്കും കുറച്ച് വാങ്ങി. പിന്നെ കഴിഞ്ഞത് വരുമ്പോൾ ഒരുപാട് ഫാൻസി കണ്ടിരുന്നു. അടിയും ചന്തയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചന്തയിലൊന്നും പോകുന്ന സമയത്ത് നമ്മൾ ആരും കയറില്ല. തിരിച്ചു വരുമ്പോൾ മാത്രമേ ചന്തയിൽ കയറൂ. അപ്പോൾ ഒരാളങ്ങനെ ചന്തയിൽ കയറി കുറച്ച് സ്വീറ്റ്സിലൊക്കെ വാങ്ങി. കാരണം ഓരോ സ്ഥലത്തു നിന്ന് കുറച്ചായിട്ട് വാങ്ങി. കാരണം നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് കച്ചവടം ചെയ്യുന്നവരാണിത്. അതുകൊണ്ട് തന്നെ അവർ ഒരാളടുത്തെങ്കിലും ഇത് വാങ്ങണം. അങ്ങനെ ഫാൻസിയിലേക്ക് കയറി. ഒരുപാട് കമ്മലിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അതിൽ നിന്ന് മോളൊരു കമ്മലും എടുത്തു.